Hi, welcome to my class, my dear 9th class children. How are you? എല്ലാവരും സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ കാലമൊക്കെ മാറും, എല്ലാം മാറും. സമാധാനമായിട്ടിരിക്കുക. കുറച്ച് പീരീഡും കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ ആരെന്നല്ലേ, എൻ്റെ പേര് സുനില. ഞാൻ 10th ക്ലാസ്സിലേക്ക് വേണ്ടി മാത്തമെറ്റിക്സ് എടുത്ത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 9th ക്ലാസ്സിലേക്ക് ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഭയങ്കര ഡിഫിക്കൽട്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പോൾ 2 ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് അറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ്. എനിവേ, എന്നാലും കുറച്ച് കുട്ടികളുടെ ഒരു റിക്വസ്റ്റ് മാനിച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയുള്ള പോർഷൻസ് ഒന്ന് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ചെയ്യുമല്ലോ? ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബോർഡിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടു. എന്താണ്? മിഡ് പോയിൻ്റ് തിയറമാണ്. പക്ഷേ മിഡ് പോയിൻ്റ് തിയറം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് മാറത്തുള്ളൂ. അതെന്താണെന്ന് പറയട്ടെ. ക്വാഡ്രിലാറ്ററൽസ്. വാട്ട് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്? ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വരാൻ പോണ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താ, പഠിച്ചാലോ? ശരി, ഓക്കെ. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ് ക്വാഡ്രിലാറ്ററൽ? ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പോളിഗൺ വിത്ത് 4 സൈഡ്. അങ്ങനെയുള്ള എല്ലാ ക്ലോസ്ഡ് പോളിഗൺ വിത്ത് 4 സൈഡ് ആയിട്ടുള്ള എല്ലാ പോളിഗണിനെയും നമ്മൾ ജനറലായിട്ട് വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ? അത് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് 360 ഡിഗ്രി ആണെന്നും അറിയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് പാരലോഗ്രാം. അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. പാരലോഗ്രാം. ഓക്കെ. So parallelogram is a quadrilateral. Why? Because it has 4 side ഉള്ള closed figure ആയതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കുന്നു? പാരലോഗ്രാം. ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലോഗ്രാം? സി ABCD ഈസ് എ പാരലോഗ്രാം ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാണ്? അതൊക്കെ അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ടോ? എന്നാൽ ശ്രദ്ധിച്ചിരിക്കും. ദേ, AB-യുടെ ഓപ്പോസിറ്റ് സൈഡാണ് CD. ഓക്കെ. AD-യുടെ ഓപ്പോസിറ്റ് സൈഡാണ് BC. ഇനി AB-യും BC-യും വന്നാൽ എന്ത് വിളിക്കും? അതിനെ അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറയും. ഓക്കെ. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാ വരുന്നത്? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ C. ജസ്റ്റ് ഓപ്പോസിറ്റ്, അത്രയേ ഉള്ളൂ. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ D. ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇതൊക്കെ വളരെ പാരലോഗ്രാമൊക്കെ ഫേമസ് പേഴ്സണാലിറ്റീസാണ്. വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അപ്പോൾ ആരൊക്കെ ഈക്വലായി? AB ഈക്വൽ ടു CD ആയി ആൻഡ് AB പാരലൽ ടു CD. റൈറ്റ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഇനിയില്ലേ AD ഈക്വൽ ടു BC ആൻഡ് AD പാരലൽ ടു BC. കണ്ടോ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ഇൻ എ പാരലോഗ്രാം. അതുകൊണ്ടാണല്ലോ ഇതിന് ആ പേര് തന്നെ വന്നത്. ഇനി നോക്കൂ, opposite angles are equal, that is angle A equal to angle C and angle B equal to angle D. Right? പിന്നെ അഡ്ജസൻ്റ് ആംഗിൾസ് നോക്കൂ. ഇത് രണ്ടും അടുത്തടുത്തുള്ളത്. അത് ബിക്കോസ് ഈ 2 ലൈനും പാരലും ആണല്ലോ. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സലായിട്ട് വരില്ലേ ഇത്? അപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾസ് ഓൾവേസ് എത്ര ഡിഗ്രി ആയിരിക്കും? 180. ബിക്കോസ് ഇത് കോഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. റൈറ്റ്? ബിക്കോസ് ഈ 2 ലൈനും പാരലലും ദിസ് ഇസ് എ ട്രാൻസ്വേഴ്സൽ വരുമ്പോൾ ഇത് രണ്ടും കൂടി 180 വരത്തുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടാണ്? കോഇൻറ്റീരിയർ ആംഗിൾസ്. അതുപോലെ ആംഗിൾ എയും ആംഗിൾ ഡിയും ആഡ് ചെയ്താലും 180 വരെ സപ്ലിമെൻ്ററി ആയിരിക്കും. ബിക്കോസ് കോഇൻറ്റീരിയർ ആംഗിൾസ്, ഓർ അതിനെ നമ്മൾ അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയും. എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ സി, ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഡി. ദേ ആർ ഈക്വൽ ഇൻ എ പാരലോഗ്രാം. ഇനി ഒരു താരം കൂടിയുണ്ട്, ദാറ്റ് ഇസ് ഡയഗണൽസ്. കണ്ടോ? ഡയഗണൽ എന്താണെന്നറിയാമല്ലോ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്, ദാറ്റ് ഇസ് ഡയഗണൽ. അങ്ങനെ എത്ര ഡയഗണലുണ്ട് ഈ പാരലോഗ്രാമിന്? 2 ഡയഗണൽസ്. ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് O ആണെന്ന് വിചാരിച്ചോളൂ. ഈ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ AO ഈക്വൽ ടു OCയുമായിരിക്കും, BO ഈക്വൽ ടു ODയുമായിരിക്കും. എവിടെ? ഇൻ എ പാരലോഗ്രാം. അപ്പോൾ ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ. ഇത്രയും നന്നായിട്ട് അറിയണം കേട്ടോ. ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ എന്ന് പറഞ്ഞാൽ തന്നെ 2 എന്നാണ്. 2 സെക്ഷനായിട്ട്, 2 ഈക്വൽ ബൈസെക്റ്റ്, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ സെക്ഷൻ, ബൈസെക്റ്റ് ഈച്ച് അതർ. ഇതും കൂടെ പഠിച്ചേക്കണം. ഓക്കെ. ഇത്രയും പ്രോപ്പർട്ടീസ്. അതായത് AO OCക്ക് ഈക്വൽ ആയിരിക്കും, BO ODക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ AO എന്ന് പറയുന്ന ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദിസ് ഓൾസോ 10 ആയിരിക്കും.
മനസ്സിലായില്ലേ? ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലോഗ്രാം. ഇത് നന്നായിട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ പിന്നെയുള്ള റെക്റ്റാങ്കിളിൻ്റെയൊക്കെ പ്രോപ്പർട്ടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒന്നുകൂടി ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഇൻ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അപ്പോൾ തിരിച്ച് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിനെ നമ്മൾ പറയുന്നത് കോൺവേഴ്സ് എന്നാണ്. അതായത് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഇഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ദെൻ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അപ്പോൾ അതിനെ അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയും. ഓക്കെ. പിന്നെ അടുത്ത പ്രോപ്പർട്ടി ഏതാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് റെക്റ്റാങ്കിൾ. എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ. സോ റെക്റ്റാങ്കിൾ ഇസ് എ പാരലോഗ്രാം. അപ്പോൾ പാരലോഗ്രാമിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് റെക്റ്റാങ്കിളിന്. PQRS ഒരു റെക്റ്റാങ്കിളാണെന്ന് വിചാരിക്കുള്ളൂ. റെക്റ്റാങ്കിൾ ഇസ് എ പാരലോഗ്രാം മീൻസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രാം ഇസ് വിത്ത് റെക്റ്റാങ്കിൾ. ഇനി കൂടാതെ ഈച്ച് ആംഗിൾ ഇസ് 90 ഡിഗ്രി. കണ്ടോ? റെക്റ്റാങ്കിൾ നമ്മുടെ ബെഞ്ചും ഡെസ്കും ഒക്കെ റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. പിന്നെ കൂടാതെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്, അതിൻ്റെ ഡയഗണൽസ് ആർ ഈക്വൽ. പാരലോഗ്രാമിൽ ഡയഗണൽസ് ഈക്വൽ അല്ല, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കൂ, റെക്റ്റാങ്കിൾ ഈസ് എ പാരലോഗ്രാം വിത്ത് ഈച്ച് ആംഗിൾ 90 ഡിഗ്രി ആൻഡ് ഡയഗണൽസ് ആർ ഈക്വൽ. ഇതൊന്നും ഞാനിവിടെ എഴുതുന്നില്ല, ഞാൻ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടാൽ മതി. ഓക്കെ. റെക്റ്റാങ്കിൾ ഈസ് എ പാരലോഗ്രാം വിത്ത് ഈച്ച് ആംഗിൾ 90 ഡിഗ്രി ഡയഗണൽസ് ആർ ഈക്വൽ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അതൊരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യുക, പിന്നെ ഒരു ആംഗിൾ 90 ഡിഗ്രി കാണിക്കുക, ഡയഗണൽസ് ഈക്വൽ കാണിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. റോംബസ് ഈസ് ഓൾസോ എ പാരലോഗ്രാം. അപ്പോൾ പാരലോഗ്രാമിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. കൂടാതെ അതിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ്. ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം റോംബസ്, ബിക്കോസ് റോംബസ് ഈസ് എ പാരലോഗ്രാം. റോംബസ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾ റോംബസ് വരയ്ക്കുന്നത്? ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് വരച്ചപ്പോൾ ഇങ്ങനെ പാരലോഗ്രാമായിട്ട് തോന്നണം കേട്ടോ. റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് അഡ്ജസൻ്റ് സൈഡ്. ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ് പാരലോഗ്രാമിൻ്റെ. അപ്പോൾ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ AB ഈക്വൽ ടു BC ആവുന്നു, BC ഈക്വൽ ടു CD ആവുന്നു, CD ഈക്വൽ ടു AD എന്ന് പറഞ്ഞാലോ എല്ലാ സൈഡ്സും ഈക്വൽ. കൂടാതെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടീസ്, ഈ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾസ് 90 ഡിഗ്രി. ഓക്കെ. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി റോംബസ് ആണ്. ഡയഗണൽസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി ഓർ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നും പറയാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം, റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ ദ സൈഡ്സ് ഈക്വൽ, AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD ആൻഡ് ഡയഗണൽ ബൈസെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിൾസ് എല്ലാം റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഇതാണ് റോംബസിൻ്റെ പ്രോപ്പർട്ടീസ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഇറ്റ് സ്ക്വയർ. എല്ലാവർക്കും അറിയുന്ന സാധനമാണ് സ്ക്വയറിന്. നല്ല പരിചയമുള്ള ആളല്ലേ ഇത്? സ്ക്വയർ. റൂബിക്സ് ക്യൂബൊക്കെ എന്ത് ഷേപ്പിലാണ് വരുന്നത്? സ്ക്വയറാണ്. ഓക്കെ. സ്ക്വയർ ഇസ് എ പാരലോഗ്രാം വിത്ത്, പാരലോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാ പ്രോപ്പർട്ടീസ് ഓഫ് പാരലോഗ്രാമും അവിടെ ഉണ്ട്. അത് ഞാൻ ഇനിയും പറയേണ്ട കാര്യമില്ല. വിത്ത് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാവർക്കും അറിയാം ഈ സൈഡ് ഈക്വൽ ടു സൈഡ് ഈക്വൽ ടു സൈഡ്. പിന്നെ ഈച്ച് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതും നിങ്ങൾക്കറിയാം. പിന്നെ ഡയഗണൽസ് ആർ ഈക്വൽ. ദെൻ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന ആംഗിളും എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും ഉള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണ്. സ്ക്വയർ ഇസ് എ പാരലോഗ്രാം. ഞാൻ ഈ പ്രോപ്പർട്ടീസ് ഇവിടെ ഇങ്ങനെ എഴുതുന്നില്ല, ഞാൻ പക്ഷേ പറയുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കേട്ടാൽ മതി കേട്ടോ. സ്ക്വയർ ഇസ് എ പാരലോഗ്രാം വിത്ത് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ, ഈച്ച് ആംഗിൾ 90 ഡിഗ്രി, ഡയഗണൽസ് ആർ ഈക്വൽ. മനസ്സിലായല്ലോ? ഓക്കെ. നമുക്കിനി മിഡ് പോയിൻ്റ് തിയറം പഠിക്കാം. ആക്ച്വലി ഞാൻ മിഡ് പോയിൻ്റ് തിയറം പഠിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെ മറ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞുതരാം എന്ന് കരുതി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മിഡ് പോയിൻ്റ് തിയറം, അതിലേക്ക് പോകാം. അതിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനി ട്രയാങ്കിൾ നോക്കൂ. ഇതൊരു ട്രയാങ്കിളാണ്. ABC be a triangle and DB its midpoint. ABയുടെ മിഡ് പോയിൻ്റ് Dയും ACയുടെ മിഡ് പോയിൻ്റ് E ആണെന്ന് വിചാരിച്ചോളൂ. A line segment that joining the midpoint of any two sides of a triangle is parallel to the third side and equal to half of it. That is the theorem. മനസ്സിലായോ? A line segment joining the midpoint of any two sides of a triangle is parallel to the third side and half of it. കത്തില്ല. ഓക്കെ. അതായത് ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു AB യുടെ മിഡ് പോയിൻ്റ് ആണ് D, AC യുടെ മിഡ് പോയിൻ്റ് ആണ് E.
അപ്പോൾ രണ്ട് മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനല്ലേ ഇത്, അത് തേർഡ് സൈഡായി, അതായത് ഇവിടുത്തെ തേർഡ് സൈഡ് ഏതാ, ബി സി. ബി സിക്ക് പാരലും ആയിരിക്കും, അതിൻ്റെ ഹാഫും ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഡി ഇ പാരലൽ ടു ബി സിയും ആയിരിക്കും, ഡി ഇ ഈക്വൽ ടു ഇതിൻ്റെ ഹാഫും ആയിരിക്കും, ഹാഫ് ബി സി. ഇതാ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായോ? എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തന്നെ വരാൻ പാടുള്ളൂ, വേറെ സൈഡ് വരാൻ പാടില്ലേ? ഉറപ്പായിട്ടും വരാം. ദേ ഇത് തന്നെ ഞാൻ തിരിച്ചെഴുതുന്നു, നോക്കൂ. ഈ ട്രയാങ്കിൾ എ ബി സി തന്നെ ഓൾവേസ് എ ബി സി അല്ലേ, കുഴപ്പമില്ല. ദേ ഈ ബി സിയുടെ മിഡ് പോയിൻ്റ് ആണിത്, എ സിയുടെ മിഡ് പോയിൻ്റ് ഇത് ആണെന്ന് വിചാരിച്ചുള്ളൂ, ഡി. ഈ ലൈൻ ഡി ഏത് ലൈനിന് പാരലായിട്ട് വരും, ഏത് സൈഡിന്? എ ബിക്ക് പാരലും വരും, എ ബിയുടെ ഹാഫും വരും, ഇങ്ങനെയും വരാം. ഇനി അതല്ല, തിരിച്ച് ഈ സൈഡും വരാം കേട്ടോ, ഓൾത്തെ സൈഡ്. ഇങ്ങനെ വന്നാൽ ഏതെങ്കിലും രണ്ട് സൈഡ്, ഇതാ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ഈ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇതും മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്താലോ, എ സിക്ക് പാരലും വരും, എ സിയുടെ ഹാഫും വരും അല്ലേ. ഇവിടെ ഏതിന് ഹാഫ് വരും? ഡി ഇ പാരലൽ ടു എ സി വരും, ആൻഡ് ഡി ഇ ഈക്വൽ ടു ഹാഫ് എ സി ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഇപ്പോൾ അത് പ്രൂഫൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഈ തിയറം എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ അതിൻ്റെ മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും? പാരലും ആയിരിക്കും, അതിൻ്റെ ഹാഫും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ച് പറയുന്നത് കേട്ടോ. കോൺവേഴ്സും പഠിക്കണം. കോൺവേഴ്സും ചിലപ്പോൾ ആപ്ലിക്കേഷൻ വരാറുണ്ട്. കോൺവേഴ്സ് പറയുന്നത് എ ലൈൻ സെഗ്മെൻറ്റ് പാസിങ് ത്രൂ the midpoint of any side of a triangle. One side in the midpoint കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു ദ സെക്കൻഡ് സൈഡ്. ഈ സൈഡിന് പാരലും ആണെന്നുണ്ടെങ്കിൽ അത് തേർഡ് സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ലെറ്റ് എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇത് മിഡ് പോയിന്റ് കൂടെ ആണെങ്കിൽ മാത്രമല്ല ഈ ലൈനിന് പാരലൽ, സെക്കൻഡ് ലൈനിന് പാരലും ആണെന്നുണ്ടെങ്കിൽ തേർഡ് സൈഡിനെ ഇറ്റ് വിൽ ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഇ ഈക്വൽ ടു ഇ സി ആയിരിക്കും. എപ്പോൾ? ഈ ലൈൻ ഇവിടെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുകയും വേണം, ഈ സെക്കൻഡ് ലൈനിന് പാരലോ ആയിരിക്കണം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അതാണ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. ഈ രണ്ട് തിയറം യൂസ് ചെയ്താണ് നമ്മൾ അടുത്ത എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ ഇന്നിപ്പോൾ 2-3 എണ്ണമൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. സോ സപ്പോർട്ട് ചെയ്യാൻ എന്നെ ശ്രമിച്ചാൽ ഞാൻ അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ബിക്കോസ് എനിക്ക് ഒരുപാട് പോർഷൻസ് 10th ഇനിയും കവർ ചെയ്യാനുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, സി ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സസൈസ് 8.2. ഡയഗ്രാം എല്ലാം തന്നു വെച്ചിട്ടുണ്ട് അല്ലേ. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗിവൺ എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് പി ക്യു ആർ എസ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് എ ഡി റെസ്പെക്റ്റീവ്ലി. ദാറ്റ് ഇസ് ഗിവൺ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൂഫ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഗിവൺ എഴുതുക. ഗിവൺ എഴുതാനായിട്ട് നമ്മൾ എവിടെയും നോക്കണ്ട, ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തനിച്ചെഴുതണം കേട്ടോ. അതിന് തുടങ്ങി. അപ്പോൾ ഗിവൺ എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ, പിന്നെ ഏതെഴുതണം? പി ക്യു ആർ എസ് ആർ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ബി സി സി ഡി ആൻഡ് എ ഡി റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എ ബിയുടെ മിഡ് പോയിൻ്റാണ് ബി, ആ ഒരു ഓർഡർ അനുസരിച്ചെന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ സി ഇസ് എ ഡയഗണൽ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഗിവൺ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കൊള്ളാം ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഗിവൺ കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ടു പ്രൂവ് ആണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അതും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഒന്ന്, എസ് ആർ പാരലൽ ടു എ സി ആൻഡ് എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഓക്കെ, 2, പി ക്യു ഈക്വൽ ടു എസ് ആർ ആൻഡ് പി ക്യു ആർ എസ് എസ് എ പാരലോഗ്രാം. ഈ 3 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാ പ്രൂവ് ചെയ്യാൻ പോണത്. ഏതാ? എസ് ആർ പാരലൽ ടു എ സി ആൻഡ് എസ് ആർ ഈക്വൽ ടു, അത് ആദ്യം എഴുതാം കേട്ടോ. എസ് ആർ പാരലൽ ടു എ സി ആൻഡ് എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആദ്യം എഴുതാം. അത് കഴിഞ്ഞ് സെക്കൻഡ് അങ്ങനെ ചെയ്യാം, കാരണം ബോർഡിൽ സ്ഥലമില്ല, അത് തന്നെ കാരണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിൾ എസ് ആർ വരുന്നത് ഏത് ട്രയാങ്കിളാണ്? എ ഡി സി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി അല്ലേ, ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി അല്ലേ. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് എന്ത് വരും? എസ് ആർ പാരലൽ ടു എ സിയും വരും, എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എങ്ങനെ എഴുതണം പ്രൂഫ്? ഇൻ ട്രയാങ്കിൾ എ ഡി സി, S is the midpoint of AD and R is the midpoint of CD. ഇങ്ങനെ എഴുതണം കേട്ടോ. Therefore, that is midpoint theorem. SR
parallel to AC and SR equal to half AC. Okay, equation number 1. നമ്പർ കൊടുത്തു പോവുക. ഇനി നമുക്ക് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? SR അത് കഴിഞ്ഞു. സെക്കൻഡ് ഇസ് PQ ഈക്വൽ ടു SR. ഈ ലൈൻ. അപ്പോൾ ഇത് വരുന്നത് PQ ലൈൻ സെഗ്മെൻറ്റ് വരുന്നത് ഏത് ട്രയാങ്കിളാണ്? ABCയിലാണ്. അപ്പോൾ അത് എഴുതുക. ഇനി നമ്മൾ സെക്കൻഡ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏത് ട്രയാങ്കിൾ എഴുതുക? ഇൻ ട്രയാങ്കിൾ ABC, P is the midpoint of AB, right? And Q is the midpoint of BC. Okay. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് ഇതുണ്ടോ, ഇത് രണ്ടും മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. therefore PQ പാരലൽ ടു ഏത് വരും? AC and PQ equal to half AC, right? Equation number 2. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പോൾ അത് കൊടുത്തു. ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് SR പാരലൽ ടു AC ആൻഡ് SR ഈക്വൽ ടു ഹാഫ് AC. ഇവിടെ PQ പാരലൽ ടു AC ആൻഡ് PQ ഈക്വൽ ടു AC. അപ്പോൾ രണ്ടും ഒരേ സൈഡിൻ്റെ തന്നെ ഈക്വലും പാരലും അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ എന്തായി? ഈക്വലായി. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയ ഇക്വേഷൻ നമ്പർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 വി ഗെറ്റ്, ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. എന്ത് വന്നു? അപ്പോൾ നമ്മുടെ സെക്കൻഡ് PQ ഈക്വൽ ടു SR ആയി. ഓക്കെ, മനസ്സിലായല്ലോ? രണ്ടും ACക്ക് ഹാഫും ഈക്വലും ആയതുകൊണ്ട് തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് എന്നതിനെ പറയും. PQ ഈക്വൽ ടു SR ആയി. ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? PQRS ഈസ് എ പാരലോഗ്രാം. നോക്കൂ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലും ആയാൽ പിന്നെ അതെന്താകും? പാരലോഗ്രാം ആയില്ലേ? അപ്പോൾ ഈ ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. നോക്കൂ, 1ൽ എന്താ വന്നിരിക്കുന്നത്? ഇക്വേഷൻ നമ്പർ 1 ഇസ് SR പാരലൽ ടു AC ആൻഡ് SR ഈക്വൽ ടു ഹാഫ് AC. അപ്പോൾ ഈ രണ്ട് ലൈനും പാരലും ആയി ഈക്വലും ആയി. സോ PQRS ഇസ് എ പാരലോഗ്രാം. ഇനി വേറെ വല്ല സ്റ്റേറ്റ്മെൻറ്റും ആവശ്യമുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഫ്രം ഇക്വേഷൻ 1 ഇങ്ങനെ ചെയ്താൽ മതി, 2 ആൻഡ് ഇക്വേഷൻ 3 വി ഗെറ്റ് PQRS ഇസ് എ പാരലോഗ്രാം. ഓർ വി ക്യാൻ സേ എന്ന് പറയാം കേട്ടോ, PQRS ഇസ് എ പാരലോഗ്രാം എന്ന് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതി ബോർഡിൽ സ്ഥലം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ അതിൻ്റെ തേർഡ് സൈഡിന് പാരലും അതിൻ്റെ ഹാഫും ആയിരിക്കും. വെരി ക്ലിയർ അല്ലേ? സി, ദിസ് ഇസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ABCD is a rhombus in which PQRS are midpoints of AB, BC, CD and AD respectively. Show that quadrilateral PQRS is a rectangle. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഡയഗ്രാം തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ABCD ഒരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം വരയ്ക്കുക. റോംബസ് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. സി, ദിസ് ഇസ് എ റോംബസ് ഗിവൺ. ഡയഗ്രാം വരയ്ക്കണം, ഡയഗ്രത്തിന് മാർക്കുള്ളതാണ്. ഇനി എന്ത് ചെയ്യുക? PQRS മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PQ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. PQRS. ഷോ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ PQRS ഇസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അത് ജോയിൻ ചെയ്യണം. ജോയിൻ PQ, QR, RS ആൻഡ് PS. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം? ഇസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഗിവൺ എഴുതി വയ്ക്കുക. ഗിവൺ എന്താണ്? ABCD ഇസ് എ റോംബസ് അല്ലേ? യെസ്. അപ്പോൾ റോംബസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ റോംബസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും പെട്ടെന്ന് പിക്ചറൈസ് ചെയ്ത് വരിക. റോംബസിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി എന്താണ്? അതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രി. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രിയാണ്? 90. അത് നമ്മുടെ മൈൻഡിൽ വേണം. അപ്പോൾ ഇത് റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റോംബസിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയും എന്താണ്? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, അതായത് AB, BC, CD, AD എല്ലാ സൈഡും എന്താണ്? ഈക്വലാണ്. ഇത്രയും പ്രോപ്പർട്ടീസാണ് റോംബസിനുള്ളത്. ഇത് മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകണം. PQRS റെക്റ്റാങ്കിൾ ആണെന്ന്, അതായത് ഈ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇറ്റ് ഇസ് എ പാരലോഗ്രാം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് യൂസ് ചെയ്താൽ പോരെ? മിഡ് പോയിന്റ് തിയറം നോക്കൂ. ABയുടെ മിഡ് പോയിൻ്റാണ് P, Qൻ്റെ മിഡ് പോയിൻ്റാണ് ABയുടെ മിഡ് പോയിന്റ് P ആൻഡ് BCയുടെ മിഡ് പോയിന്റ് Q. അപ്പോൾ PQ എന്ന ലൈൻ
രണ്ട് മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനല്ലേ എ സിക്ക്. അപ്പോൾ എന്ത് വരും? അത് എ സിക്ക് പാരലും അതിൻ്റെ ഹാഫും ആവും. അപ്പോൾ ടു പ്രൂവ് എഴുതുക. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. ആദ്യം ഗിവൺ എഴുതുക, ദെൻ ടു പ്രൂവ് PQRS ഇസ് എ റെക്റ്റാങ്കിൾ. ഇതാണ് നമ്മുടെ ജോലി. ഇസ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, അതിനായിട്ട് ജോയിൻ എ സി അതൊക്കെ നമ്മൾ എഴുതണം കേട്ടോ. അവിടെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്, അത് ഗിവണിലുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ പ്രൂഫ് ഇൻ ട്രയാങ്കിൾ ഏതെടുക്കുക? ABC. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തില്ല, അതുപോലെ ഇൻ ട്രയാങ്കിൾ ABC എന്തെഴുതണം? P ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ്, അത് എഴുതിയേ പറ്റൂ കേട്ടോ, എന്നാലല്ലേ മിഡ് പോയിൻ്റ് തിയറം വരുള്ളൂ. P ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB ആൻഡ് Q ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് BC, right? Therefore, എന്ത് വരും? PQ parallel to AC and PQ equal to half AC. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത ട്രയാങ്കിൾ എഴുതുക. ഏതാ? ഇൻ ട്രയാങ്കിൾ ADC. ഫസ്റ്റ് നമ്മൾ എഴുതിയില്ലേ, അത് തന്നെയാണ്. ADCയിൽ S is the midpoint of AD and R is the midpoint of CD. Therefore, SR parallel to AC and SR equal to half AC. Equation number 2. From 1 and 2 എന്തു പറയാം നമുക്ക്? PQRS is a parallelogram. PQRS is a parallelogram. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് PQRS is a റെക്റ്റാങ്കിൾ ആണെന്നാണ്. റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ, അതായത് SPQ എന്ന് പറയുന്ന ആംഗിൾ എത്രയെന്ന് നമ്മൾ കാണിക്കണം? 90 ഡിഗ്രി. ഒരെണ്ണം കാണിച്ചാൽ മതി. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെക്റ്റാങ്കിൾ ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇറ്റ് ഇസ് എ പാരലോഗ്രാം ആണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ഇനി റെക്റ്റാങ്കിൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി കാണിക്കുക. അതെങ്ങനെ ചെയ്യാം നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കൂ, ഇത് ഓൾറെഡി എത്ര ഡിഗ്രിയാണ്? ഡയഗണൽ, ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് എ റോംബസ്. റോംബസിൻ്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ ഇസ് 90 ആണ്. നമുക്കപ്പോൾ മനസ്സിലായി. ഇതിനൊരു പേര് കൊടുക്കട്ടെ. ദേ ഈ പോർഷൻ, അതായത് ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണെന്ന് കാണിച്ചാൽ മതി. ദിസ് വൺ. അപ്പോൾ ഇത് 90 ആയില്ലേ? ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ എല്ലാം എത്രയാണ്? 90 ആണ്. അപ്പോൾ ഇതിനൊരു പേര് കൊടുക്കൂ. MNOP എന്ന് കൊടുക്കുക അല്ലേ? ദിസ് ഈസ് MNOP. കണ്ടോ? ഈ MNOP ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇത് ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന 90 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ വരില്ലേ? ദേ ഈ ആംഗിൾ, അതായത് ആംഗിൾ SPQ 90 കാണിച്ചാൽ അത് എന്തായി? റെക്റ്റാങ്കിളായി. അപ്പോൾ അതിന് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടെ നോക്കൂ, ഈ ACയും PQയും പാരലാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ACയും PQയും പാരലാണെന്നുണ്ടെങ്കിൽ ON പാരലൽ ടു PM ആയില്ലേ? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയില്ലേ, രണ്ട് ലൈൻ നോക്കൂ, പാരലാണെങ്കിൽ അതിൻ്റെ ഏത് പോർഷനും തമ്മിൽ എന്തായിരിക്കും? പാരലായിരിക്കും. അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് റീസണൊന്നും നമ്മൾ എഴുതണ്ട. അപ്പോൾ ഇവിടെ എഴുതുക, സിൻസ് AC പാരലൽ ടു, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. AC പാരലൽ ടു ഏതെഴുതുക? PQ. AC പാരലൽ ടു PQ. therefore അതിൻ്റെ ഒരു പോർഷനാണ് ഇത് PM പാരലൽ ടു ON. PM പാരലൽ ടു ON. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഈ സൈഡും എഴുതുക. PS പാരലൽ ടു ഏതാ? PS പാരലൽ ടു BD. സിമിലർലി PS പാരലൽ ടു BD. എന്തുകൊണ്ടാണ് PS പാരലൽ ആയത്? ബിക്കോസ് മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് കേട്ടോ. PS പാരലൽ ടു BD. therefore അതിൽ വരുന്ന പോർഷനാണ് ഏത്? OP പാരലൽ ടു എന്താകും? MN. therefore OP പാരലൽ ടു MN. അപ്പോൾ ഇതെന്തായി? ഒരു പാരലോഗ്രാം ആയില്ലേ? therefore
MNOP is a parallelogram. ഞാനിങ്ങനെ എഴുതും, നിങ്ങൾ പാരലോഗ്രാം എന്ന് ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഇവിടെ എനിക്ക് ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതുക. MNOP പാരലോഗ്രാമായി. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഗിവൺ ആണ്. ദാറ്റ് ഇസ് ആംഗിൾ ONM. അതിന് ഞാൻ വേണമെങ്കിൽ ആംഗിൾ 1 എന്ന് പേര് കൊടുക്കാം. സോ ആംഗിൾ 1 ഈക്വൽ ടു 90 ഡിഗ്രി. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് എ റോംബസ്. ബിക്കോസ് അപ്പോൾ അവിടെ നിങ്ങൾ എന്താ റീസൺ എഴുതേണ്ടത്? ABCD ഇസ് എ റോംബസ് എന്ന് എഴുതിയാലും മതി, മനസ്സിലാവാൻ വേണ്ടി. റോംബസ്. ഓക്കെ. അപ്പോൾ ഇത് പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമുക്കറിയാം. ദെയർഫോർ ആംഗിൾ, ഇതിൻ്റെ പേരെന്താ? SPQ. ദെയർഫോർ ആംഗിൾ SPQ ഈക്വൽ ടു 90 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. എന്ത് എഴുതുമ്പോഴും നമ്മൾ റീസൺ എഴുതണം കേട്ടോ, അത് മാത്രം മറക്കരുത്. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് എ പാരലോഗ്രാം. കണ്ടോ? എന്നിട്ട് ഈ ഇക്വേഷൻ നമ്പർ ഇപ്പോൾ എത്രയായി? 3, 4 ആയി. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമ്മളോട് കാണിക്കാൻ പറഞ്ഞത് PQRS ഇസ് എ റെക്റ്റാങ്കിൾ ആണെന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് കാണിച്ചു? PQRS ഒരു പാരലോഗ്രാം ആണെന്ന് കാണിച്ചു. പിന്നെ അതിലുള്ള ഒരു ആംഗിൾ 90 ഡിഗ്രിയും കാണിച്ചാൽ പോരെ? ദെയർഫോർ എന്തായി? ഫ്രം ഏതൊക്കെ ഇക്വേഷൻ നമ്മളപ്പോൾ ഹൈലൈറ്റ് ചെയ്യണം? ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4. ഇത്രയേ ഉള്ളൂ. ഫ്രം ഇക്വേഷൻ 3 ആൻഡ് 4. ഫ്രം ഇക്വേഷൻ 3 and equation 4 we have, അല്ലെങ്കിൽ we can say that PQRS is PQRS അല്ലേ? യെസ്, PQRS is a rectangle. കണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് വലിയ ബ്രെയിൻ വർക്ക് ഒന്നും തന്നെ ഇല്ല. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം, നോക്കിയുള്ളൂ. യു ആർ ഗിവൺ എ റോംബസ് and PQRS are midpoints of AB, BC, CD and AD respectively. We have to show that PQRS is a rectangle. അപ്പോൾ ഈ ഗിവൺ റോംബസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ അഡ്ജസൻറ്റ് സൈഡും ഈക്വൽ ആണ്. കൂടാതെ എൻ്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് PQRS ഒരു എന്താണെന്ന് കാണിച്ചു? പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ മിഡ് പോയിന്റ് തിയറം. ബിക്കോസ് P മിഡ് പോയിന്റ്, Q മിഡ് പോയിന്റ്. അപ്പോൾ PQ പാരലൽ ടു AC ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് AC. സിമിലർലി ഈ സൈഡും SRും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലും എൻ്റെ ഹാഫും ആണെന്ന് കാണിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലും കാണിച്ചാൽ ഇറ്റ് ഇസ് എ പാരലോഗ്രാം. പിന്നെ നമ്മൾ ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ 90 കാണിച്ചാലേ ഇത് റെക്റ്റാങ്കിൾ ആകും. അതിനായിട്ട് എങ്ങനെ ചെയ്തു? ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ഇറ്റ് ഇസ് എ റോംബസ്. അപ്പോൾ ഇതൊരു പാരലോഗ്രാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് PQ പാരലൽ ടു AC ആണല്ലോ, ബിക്കോസ് മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷനും പാരലായി. സിമിലർലി ഈ സൈഡ് BD പാരലൽ ടു PS ആണ്. സോ ഈ പോർഷൻ MN പാരലൽ ടു എന്തായി? OP. Therefore MNOP ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. Therefore ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ SP ഏതാ? Q എഴുതി. Therefore PQRS is a rectangle. Why? Because it is a parallelogram having each angle 90 degree. Okay. See, this is our third question. That is ABCD is a rectangle in which PQRS are the midpoints of AB, BC, CD and AD respectively. Show that quadrilateral PQ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ നേരെ തിരിച്ചു തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഡയഗ്രാം വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക. ABCD റെക്റ്റാങ്കിൾ. ഓക്കെ. PQRS are midpoints ABCD കൊടുത്തു. midpoints PQRS മാർക്ക് ചെയ്തു. We have to prove PQRS is a rhombus. So join PQRS. അപ്പോൾ ഗിവൺ എഴുതുക. ഗിവൺ നിങ്ങൾക്കറിയാം, ഗിവൺ ടു പ്രൂവ് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. ABCD is a rectangle അല്ലേ? യെസ്. Then to prove is PQRS is a rhombus അല്ലേ? യെസ്, PQRS is a rhombus. ഇനി എന്താ ചെയ്യേണ്ടത്? ജോയിൻ AC. നമുക്ക് AC ജോയിൻ ചെയ്യണ്ടേ? എന്തിനാണ്? PQRS റോംബസ് എന്ന് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ഇറ്റ് ഇസ് എ പാരലോഗ്രാം. അതിനായിട്ട് ജോയിൻ AC. ഇനി നമ്മൾ മിഡ് പോയിന്റ് എഴുതി പോകണം. ഇൻ ട്രയാങ്കിൾ ABC എങ്ങനെ എഴുതുക? പ്രൂഫ് നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അത് തന്നെയാണ്. ഇൻ ട്രയാങ്കിൾ ABC
എന്ത് വരുന്നു? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, അത് എഴുതണം കേട്ടോ. P is the midpoint of AB and Q is the midpoint of BC. Therefore, PQ parallel to AC and PQ equal to ഹാഫ് എ സി. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. സിമിലർലി ഏത് ട്രയാങ്കിൾ എടുത്തും എഴുതണം. ഇൻ ട്രയാങ്കിൾ എ ഡി സി, അത് ഞാനിപ്പോൾ പറയുകയുള്ളൂ, നിങ്ങൾ എഴുതണം കേട്ടോ. ഇൻ ട്രയാങ്കിൾ എ ഡി സി എന്തെഴുതുക? എസ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി ആൻഡ് ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. ദെയർ ഫോർ എന്തെഴുതും? സിമിലർലി, നിങ്ങൾ സിമിലർലി എന്ന് എഴുതിയാൽ പോരാ. യു ഷുഡ് റൈറ്റ് ഇൻ ട്രയാങ്കിൾ എ ഡി സി എസ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി and R is the midpoint of CD. Okay, therefore SR parallel to AC and SR equal to half AC എന്ന് നിങ്ങൾ എഴുതണം. ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതണം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ പി ക്യു ആർ എസ് പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഇക്വേഷൻ 1 ഫ്രം ഇക്വേഷൻ 1 and 2 ഫ്രം 1 and 2 പി ക്യു ആർ എസ് ഇസ് എന്തായി? പാരലോഗ്രാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ പാരലോഗ്രാം ആയി. പക്ഷേ ഇനി അത് എന്താണെന്ന് കാണിക്കണം? റോംബസ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസൻറ്റ് സൈഡായ പി എസും പി ക്യും ഈക്വൽ കാണിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ഞാൻ നീല കളറിട്ട് കാണിക്കാം. എ പി എസും ബി പി ക്യും കോൺഗ്രുവൻസ് എടുത്താൽ മതി. ഏത് കോൺഗ്രുവൻസ് എടുക്കാൻ നോക്കൂ. എ ഡി ഈക്വൽ ടു ബി സി അല്ലേ? ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് അല്ലേ ഇത് മിഡ് പോയിന്റ്, ഇത് മിഡ് പോയിന്റ്. സോ എ എസ് ഈക്വൽ ടു ബി ക്യു. പിന്നെ റെക്ടാങ്കിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഈച്ച് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90. അപ്പോൾ 90 ഈക്വൽ ദെൻ എ പി മിഡ് പോയിന്റ് അല്ലേ? സോ എ പി ഈക്വൽ ടു പി ബി. ഇത്രയേ ഉള്ളൂ. എസ് എ എസ്, വെരി സിമ്പിൾ. അപ്പോൾ എങ്ങനെ എഴുതണം? ഇൻ ട്രയാങ്കിൾ എ പി എസ്, ഓക്കെ, എ പി എസ് ആൻഡ് ട്രയാങ്കിൾ ബി പി ക്യു ഏതാ എഴുതേണ്ടത്? എ ഡി ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് ഹാഫ് എ ഡി അങ്ങനെ എഴുതാം നമുക്ക്. എ ഡി ഈക്വൽ ടു ബി സി, ദാറ്റ് ഇസ് എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ ഗിവൺ എഴുതിയാലും മതി കേട്ടോ. ഗിവൺ എന്ന് എഴുതാം നിങ്ങൾക്ക്. ഗിവൺ. therefore AD by 2 equal to BC by 2. അപ്പോൾ AD by 2 എന്താകുന്നു? AS ആകുന്നു. സോ AS ഈക്വൽ ടു എന്ത് വരും? BQ. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിളിൽ 2 സൈഡ് ഈക്വലായി. ഇനി അടുത്തത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി. വൈ? ബിക്കോസ് ABCD is a rectangle. ദാറ്റ് ഇസ് ഗിവൺ. ഗിവൺ എന്ന് എഴുതിയാലും മതി കേട്ടോ, നോ പ്രോബ്ലം. റെക്റ്റാങ്കിൾ. ഓക്കെ, ഇനി ഏതാ? പി മിഡ് പോയിന്റ് ആണെന്ന് ഗിവൺ അല്ലേ? സോ എ പി ഈക്വൽ ടു എ പി. എ പി ഈക്വൽ ടു ബി പി ഓർ പി ബി. ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. Therefore, triangle APS congruent to triangle BPQ. By ഏത് congruence ആ? സൈഡ് ആംഗിൾ സൈഡ്, SAS റൂൾ. എന്തിനാ ഇതെടുത്തത്? അതിൻ്റെ സൈഡായ പി എസും പി ക്യും ഇക്വേറ്റ് ചെയ്യാൻ. Therefore, PS equal to PQ. Reason? CPCT. ആൻഡ് ഗിവൻ ഇക്വേഷൻ നമ്പർ. നമ്മളിപ്പോൾ കൊടുത്ത ഇക്വേഷൻ നമ്പർ ഏതാ? 3 അല്ലേ? നൗ ഇറ്റ് ഇസ് 4. അപ്പോൾ നോക്കൂ, പാരലോഗ്രാം വിത്ത് അഡ്ജസ്റ്റൻ്റ് സൈഡ് ഈക്വൽ വന്നില്ലേ? സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ റോംബസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ആ 2 ഇക്വേഷൻ നമ്പർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എങ്ങനെ എഴുതണം? ഫ്രം ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4. ഫ്രം 3 and 4 we have PQRS is a rhombus. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. അപ്പോൾ മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും കാണാം.
അതുവരേക്കും ബൈ.